വിൻഷോർ കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ന് അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ചുള്ള ആ ഒരു ഐതിഹ്യ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ഭഗവാന്റെ സ്വയംഭൂ വിഗ്രഹത്തെ പൂജിക്കുന്ന 3 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതിലൊന്നാമത്തേത് ഗുരുവായൂരിലെ ശ്രീ ഗുരുവായൂരപ്പ വിഗ്രഹം, അതുപോലെ തൃപ്പുണിത്തുറയിലെ പൂർണ്ണത്രയേശ്വര വിഗ്രഹം, മൂന്നാമത്തേത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാൻ പാർത്ഥസാരഥി രൂപത്തിലാണ്. എങ്കിലും അവിടുത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ ഭഗവാന്റെ ആ ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് പൂജിക്കുന്നത്. ആ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടുത്തെ പാൽപ്പായസം മറ്റൊരു ക്ഷേത്രത്തിലും അത്രയും രുചികരമായിട്ടുള്ള ഒരു പാൽപ്പായസം നമുക്ക് ലഭിക്കില്ല. അത്രത്തോളം പ്രത്യേകതകളാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്. ഒരുപാട് പ്രസിദ്ധിയാർജിച്ച ഭഗവാന്റെ പ്രസാദം. അതുകൊണ്ട് തന്നെ ആ പാൽപ്പായസത്തിൻ്റെ പിറകിൽ ഒരു കഥയുമുണ്ട്. AD 1613 ഒരു മിഥുന മാസത്തിലെ തിരുവോണ നാളിലാണ് പാർത്ഥസാരഥിയായി അമ്പലപ്പുഴയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അതിന് മുൻകൈയെടുത്തതാവട്ടെ അവിടെ അന്ന് ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാവായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ നമ്പൂതിരിയാണ്. അന്ന് കേരളം ഇന്ന് കാണുന്ന സംസ്ഥാനങ്ങൾ പോലെയൊന്നുമല്ല, നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അന്നത്തെ പ്രബല രാജാക്കന്മാരായിരുന്നു ചെമ്പകശ്ശേരിയിലെ നമ്പൂതിരിമാർ. അന്ന് അവരുടെ ശക്തി വളരെ പ്രബലമായിരുന്നു. അവർക്ക് റോമാ സാമ്രാജ്യവുമായി കച്ചവടമുണ്ടായിരുന്നു. മാത്രവുമല്ല, കുട്ടനാട് അവരുടെ അധീനതയിലായിരുന്നു. ഒരുപാട് ധാന്യശേഖരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമ്പൽ സമൃദ്ധിയോടുകൂടിയായിരുന്നു ചെമ്പകശ്ശേരി രാജാക്കന്മാരെ നാട് ഭരിച്ചിരുന്നത്. ചെമ്പകശ്ശേരിയിലെ ദേവനാരായണൻ നമ്പൂതിരി വിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. മാത്രവുമല്ല, വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു ശിഷ്യനുമായിരുന്നു. ഒരു ദിവസം വില്ലുമംഗലം സ്വാമിയാരും ദേവനാരായണൻ നമ്പൂതിരിയും കൂടി ചമ്പക്കുളത്ത് ഒരു വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഖ്യാതി ലോകമെങ്ങും ഉണ്ടായിരുന്നു. ആ ഒരു സമയം ചെമ്പകശ്ശേരി രാജാവിന് ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ഒരു വലിയൊരു ക്ഷേത്രം നമ്മുടെ അമ്പലപ്പുഴയിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെമ്പകശ്ശേരി. അതിനിടയിലാണ് വില്ലുമംഗലം സ്വാമിയാർ പറയുന്നത്, എനിക്ക് ഇവിടെ എവിടെയോ ഒരു വേണുഗാനം കേൾക്കുന്നുണ്ട്. എൻ്റെ ഭഗവാൻ ഇവിടെ എവിടെയോ ഉണ്ട്. എൻ്റെ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം എനിക്ക് ഇവിടെ എവിടെയോ അനുഭവപ്പെടുന്നുണ്ട്. സത്യത്തിൽ ചെമ്പകശ്ശേരി ആകെ അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ മനസ്സിലെ ആ ഒരു ഇഷ്ടം ഭഗവാൻ മനസ്സിലാക്കിയതാണോ? വില്ലുമംഗലം സ്വാമിയാർ അതിനൊരു നിമിത്തമായതാണോ? അങ്ങനെ ചെമ്പകശ്ശേരി ചോദിക്കുകയാണ്, എവിടെ എൻ്റെ ഭഗവാൻ? എവിടെ ഇരുന്നിട്ടാണ് വേണുനാഥം പൊഴിക്കുന്നത്? എനിക്കും കൂടി കാണിച്ചു തരൂ. വില്ലുമംഗലം സ്വാമിയാരും ചെമ്പകശ്ശേരിയും ആ വള്ളത്തിൽ നിന്നിറങ്ങുകയാണ്. എന്നിട്ട് വില്ലുമംഗലം ആ വേണുനാഥം കേട്ട ദിക്കിലേക്ക് കൂടി പോവുകയാണ്. പിറകെ ചെമ്പകശ്ശേരിയും. അവസാനം ഒരു വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തുകയാണ്. ആ ആൽമരത്തിൽ ഒരു നീല പ്രകാശം ഇങ്ങനെ വില്ലുമംഗലം സ്വാമി മാത്രം കാണുകയാണ്. വില്ലുമംഗലം സ്വാമിയാരെ ഓടിപ്പോയിട്ട് ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പറയുകയാണ്, എൻ്റെ ഉണ്ണിക്കണ്ണ താഴേക്ക് വരൂ എൻ്റെ ഉണ്ണിക്കണ്ണ എന്നിങ്ങനെ ആരോടൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ചെമ്പകശ്ശേരിക്ക് തോന്നുകയാണ്. ഭഗവാനോടാണ് വില്ലുമംഗലം സ്വാമിയാർ സംസാരിക്കുന്നത് അറിഞ്ഞപ്പോൾ ചെമ്പകശ്ശേരി പറയാണ്, എനിക്കും കാണണം എൻ്റെ ഭഗവാനെ, എന്നെ കൂടി ഒന്ന് കാണിച്ചു തരുമോ? അപ്പോൾ വില്ലുമംഗലം പറയാണ്, എൻ്റെ എത്ര പുണ്യം അങ്ങേക്കായിട്ടില്ല. ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപമായ ആ രൂപം കാണാൻ എത്ര ജന്മം എടുത്താലാണ് നമുക്ക് സാധിക്കുക? കരുണാമയനായ ആ സച്ചിദാനന്ദ സ്വരൂപം ദർശിക്കുവാനുള്ള പ്രാപ്തി അങ്ങേക്കായിട്ടില്ല. വില്ലുമംഗലം സ്വാമിയാര് വലിയ ജ്ഞാനിയും ഭക്തനും യോഗിയും ഒക്കെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഭാഗ്യം സിദ്ധിച്ചത്. ഭഗവാൻ വില്ലുമംഗലം സ്വാമിയാരുടെ കൂടെ എന്നുമുണ്ട്. ഭഗവാന്റെ ആ സാന്നിധ്യം എല്ലായിടത്തും ഒരുപോലെ ദർശിക്കാൻ വില്ലുമംഗലം സ്വാമിയാർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഓടക്കുഴലൂതി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ആ സച്ചിദാനന്ദ സ്വരൂപം കണ്ടിങ്ങനെ നിർവൃതി അടയുകയാണ് വില്ലുമംഗലം സ്വാമിയാർ. അതിനിടയിൽ അദ്ദേഹം ശ്രീകൃഷ്ണ കർണാമൃതം അറിയാതെ ചൊല്ലുന്നുമുണ്ട്. ഭഗവാന്റെ ആ സൗന്ദര്യം
ഇങ്ങനെ അതിശയത്തോടെ വർണ്ണിക്കുകയാണ് വില്ലുമംഗലം. അദ്ദേഹം സ്വയം മറന്നിങ്ങനെ ശ്രീകൃഷ്ണ കർണാമൃതം ആലപിക്കുകയാണ്. അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരമായിരിക്കുന്നു ഭഗവാന്റെ ആ സൗന്ദര്യം. ഇതൊക്കെ കാണുമ്പോൾ ചെമ്പകശ്ശേരി രാജാവിന് കൊതിയാവുകയാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ. എന്നെ കൂടി കാണിക്കൂ, എനിക്ക് കൂടി എൻ്റെ ഭഗവാനെ കാണണം, എന്നെ കൂടി കാണിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വില്ലുമംഗല സ്വാമിയാരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെമ്പകശ്ശേരി രാജാവ്. ഇത് കാണുമ്പോൾ വില്ലുമംഗല സ്വാമിയാർ പറയാണ്, എന്നെ സ്പർശിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് നോക്കൂ, അപ്പ കാണാം ആ സച്ചിദാനന്ദ സ്വരൂപത്തെ. ചെമ്പകശ്ശേരി അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ ചെമ്പകശ്ശേരിക്കും കാണുകയാണ് ഒരു മിന്നായം പോലെയാണെങ്കിലും തേജോമയമായിട്ടുള്ള ഒരു പ്രകാശം. അതിനുള്ളിൽ ഭഗവാന്റെ പത്മപാദങ്ങളും അതിലെ കാൽച്ചിലമ്പും കൈവളയും മോതിരവും ഒക്കെ ദർശിക്കുകയാണ് ചെമ്പകശ്ശേരി. ഇത്രയും സുന്ദരമായ ഒരു കാഴ്ച ഈ ഭൂമിയിൽ ഇനി കാണാൻ സാധിക്കയില്ല. അത്രയ്ക്ക് മനോഹരമായിരിക്കുന്നു ഭഗവാന്റെ ആ രൂപം. അത്രയ്ക്ക് സുന്ദരമായ ആ ഒരു കാഴ്ച കണ്ടുപോയ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കണ്ണുകളുടെ കാഴ്ചശക്തി പിന്നീട് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. കാരണം അതിലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇനി ഈ ഭൂമിയിൽ കാണാനില്ല. ഭഗവാനേക്കാളും സുന്ദരമായ ഒരു വസ്തു ഇനി ഈ ഭൂമിയിൽ ദർശിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു വസ്തു ഇനി ഈ ഭൂമിയിലില്ല. എല്ലാത്തിനേക്കാളും ഉപരിയായി, എല്ലാ വസ്തുക്കളേക്കാളും സൗന്ദര്യമായി തൻ്റെ ഭഗവാൻ ഇതാ തൻ്റെ മുൻപിൽ നിൽക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് കണ്ണ്. ആ കണ്ണ് നൽകുന്ന ഇന്ദ്രിയ സുഖങ്ങളുടെ ഏറ്റവും പരമോന്നതിയിൽ എത്തിയിരിക്കുന്നു ചെമ്പകശ്ശേരി. ആ ഇന്ദ്രിയ സുഖം ഇനി മറ്റൊരു വസ്തുവിലും വേണ്ട എന്ന തോന്നൽ ജനിക്കുകയാണ് ചെമ്പകശ്ശേരിയുടെ മനസ്സിൽ. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാരുടെ സഹായത്തോടെ ഭഗവാന്റെ ആ ഒരു ദർശനം ലഭിച്ച ആ ഒരു സ്ഥലത്ത് തൻ്റെ ഭഗവാന് വേണ്ടി ഒരു ക്ഷേത്രം പണിയാനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നടത്താനും ആഗ്രഹിക്കുകയാണ് ചെമ്പകശ്ശേരി. അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ബാലഗോപാല സ്വരൂപത്തിലുള്ള ഒരു വിഗ്രഹം പണി കഴിപ്പിച്ച് അത് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെമ്പകശ്ശേരി. ആ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത് വളരെ ജ്ഞാനിയായിട്ടുള്ള വളരെ പ്രശസ്തനായ പുതുമന നമ്പൂതിരിയായിരുന്നു. പ്രതിഷ്ഠാ ദിവസം പുതുമന നമ്പൂതിരിക്ക് ആ വിഗ്രഹം കാണുമ്പോൾ അത് ഒരു അപൂർണമാണെന്നും അതിൻ്റെ ഇടതുഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ ഇടതുഭാഗം കുറച്ച് വീർത്തിരിക്കുന്നു എന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. അത് അദ്ദേഹം ചെമ്പകശ്ശേരി രാജാവിനോട് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും സങ്കടമായി. കാരണം അത്രയും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു പ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ തൻ്റെ വിഗ്രഹത്തിന് എന്തോ ഒരു കുറവുണ്ടെന്ന് ഇത്രയും ജ്ഞാനിയായ ഒരാൾ പറയുമ്പോൾ ചെമ്പകശ്ശേരി രാജാവിന് ആകെ വിഷമമായി. അവസാനം ആ വിഗ്രഹം തന്നെ പ്രതിഷ്ഠിക്കാമെന്ന തീരുമാനത്തിൽ ചെമ്പകശ്ശേരി ഉറച്ചു നിൽക്കുമ്പോൾ പുതുമന നമ്പൂതിരി ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് കാളിയെ മനസ്സിൽ ധ്യാനിച്ച് ആ വീക്കം കണ്ട ഇടതുഭാഗത്ത് ഒരു തട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നിന്നും ഒരു തവള പുറത്ത് ചാടുകയും മലിനജലം അതിനോടൊപ്പം തന്നെ മലിനജലം പുറത്തേക്ക് വരികയും ചെയ്തു. ഇത് കണ്ടുനിന്ന എല്ലാവർക്കും മനസ്സിലായി ഈ പ്രതിഷ്ഠാ ദിനത്തിന് ഈ വിഗ്രഹം യോജ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. പുതിയ വിഗ്രഹത്തിന് എപ്രകാരമാണ് ഇനി കണ്ടെത്തുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് വില്ലുമംഗലം സ്വാമിയാരുടെ ആ വരവ്. അദ്ദേഹം പറഞ്ഞു, അതിനടുത്ത് തന്നെ തെക്കുംകൂർ രാജാവിൻ്റെ കീഴിൽ കുറിച്ചിയിൽ കരുണാപുരത്ത് ഒരു പാർത്ഥസാരഥി വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുവാനായിട്ട് രാജാവിനോട് നിർദ്ദേശിക്കുകയാണ്. പക്ഷേ തെക്കുംകൂർ രാജാവും ചെമ്പകശ്ശേരി രാജാക്കന്മാരും തമ്മിൽ കുറച്ച് ശത്രുതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരാമണ്ണം ചോദിച്ചാൽ ആ വിഗ്രഹം രാജാവ് തരില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് രാത്രിക്ക് രാത്രി ആ വിഗ്രഹം അവിടെ നിന്നും കടത്തിക്കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ പടയാളികൾ വേഷമൊക്കെ മാറി കരുണാകുളത്തെത്തി ആ വിഗ്രഹം കടത്തിക്കൊണ്ട് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. പക്ഷെ ആ വിഗ്രഹം കടത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് തെക്കുംകൂർ രാജാക്കന്മാർക്കൊരു വിവരം കിട്ടുന്നുണ്ട്. തൻ്റെ രാജ്യത്ത് നിന്നും എന്തോ മോഷ്ടിക്കാൻ വേണ്ടി ചെമ്പകശ്ശേരി രാജാവിൻ്റെ പടയാളികൾ തൻ്റെ രാജ്യത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തെക്കുംകൂർ രാജാവിന് ഒരു അറിയിപ്പ് കിട്ടുന്നുണ്ട്.
അങ്ങനെ അവർ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു വിഗ്രഹം മാത്രമാണ് അവർ കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയും അവർ ധരിക്കുകയാണ് വെറും ഒരു കരിങ്കല്ലിൽ തീർത്ത ഒരു വിഗ്രഹമല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ, അതിന് നമ്മൾ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് അവർ ആ ഒരു കാര്യം അത്ര ഗൗനിച്ചില്ല. അന്ന് ആ ക്ഷേത്രം വലിയ പ്രശസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വിഗ്രഹം മാത്രമല്ലേ അവർ കൊണ്ടുപോയിട്ടുള്ളൂ, അതിലിപ്പോൾ എന്തിരിക്കുന്നു എന്നുള്ള ഒരു ധാരണയിൽ അവരത് അത്ര വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. അങ്ങനെ കടത്തിക്കൊണ്ടുവന്ന ആ വിഗ്രഹം ചമ്പക്കുളത്ത് ഒരു വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ആ പ്രതിഷ്ഠാ ദിവസത്തിൽ ചമ്പക്കുളം കായലിലൂടെ അത് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും വലിയൊരു ഉത്സവാഘോഷത്തോടു കൂടി അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അന്ന് ചമ്പക്കുളം കായലിലെ വള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര നടത്തിയിട്ടാണ് ഭഗവാന്റെ ആ വിഗ്രഹം അമ്പലപ്പുഴയിൽ എത്തിച്ചത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്നോണമാണ് ചമ്പക്കുളം വള്ളംകളി എന്ന പേരിൽ ഇന്നും അരങ്ങേറുന്നത്. ഇതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുണ്ടായ ആ കഥ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇത്രത്തോളം പ്രസിദ്ധിയാർജിക്കാൻ കാരണമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കഥ അറിയണ്ടേ? ദിവസങ്ങൾ കടന്നുപോയി. ചെമ്പകശ്ശേരി രാജാവിൻ്റെ സമ്പത്തും സമ്പൽ സമൃദ്ധിയുമൊക്കെ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. കുട്ടനാട്ടിൽ നിന്നും ഒരുപാട് ധാന്യശേഖരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്യ നാട്ടുരാജാക്കന്മാരൊക്കെ ധാന്യത്തിനു വേണ്ടി ആശ്രയിക്കുന്നത് ചെമ്പകശ്ശേരി രാജാവിനെയാണ്. അതുകൊണ്ട് തന്നെ ചെമ്പകശ്ശേരി രാജാവിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിനോട് ആർക്കും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. ഇത്രയധികം സമ്പൽ സമൃദ്ധമായ ധാന്യശേഖരങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ആളല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തോട് സ്നേഹമായിരുന്നു. എന്നാൽ ചെമ്പകശ്ശേരി രാജാവിന് ഒരു കാര്യത്തിൽ മാത്രം കുറച്ച് ഭ്രമം കൂടുതലായിരുന്നു: ചതുരംഗം കളിയിൽ അദ്ദേഹത്തിന് കുറച്ച് കമ്പം ഏറി വന്നു. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലായിരിക്കും ഭ്രാന്ത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അളവിൽ കൂടുതൽ ഒരു ഭ്രമം എല്ലാ ആൾക്കാരും അവരുടെ സ്വഭാവത്തിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെയായിരുന്നു ചെമ്പകശ്ശേരി രാജാവിനെ ചതുരംഗം കളിയിൽ. വല്ലാത്തൊരു ഭ്രാന്ത് തന്നെ പറയാം, അത്രയ്ക്ക് ഭ്രമമായിരുന്നു അത്. ഭക്തിയിലാണ് നമുക്ക് ഭ്രാന്തെങ്കിൽ ഈ ഭൗതികപരമായിട്ടുള്ള ഒരു കാര്യത്തിലും കമ്പം നമുക്ക് ഏറി വരില്ല. പക്ഷേ ചെമ്പകശ്ശേരിയുടെ കാര്യത്തിൽ ഒരിക്കൽ അദ്ദേഹം ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനായിരുന്നു, ഇപ്പോഴും ആണ്. പക്ഷേ അദ്ദേഹം ഭഗവാനേക്കാൾ ഏറെ ഈ ഒരു ചതുരംഗം കളിയിൽ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തിയിരുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പണിത ആളാണ്, ഭഗവാന്റെ സാന്നിധ്യം നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ചതുരംഗം കളി കൂടുതൽ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ഭക്തൻ ഭഗവാനിൽ നിന്ന് അകന്നു പോകാൻ ഭഗവാൻ ഒരിക്കലും സമ്മതിക്കില്ല. തന്നിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന തൻ്റെ ഭക്തനെ തന്നിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഭഗവാൻ പല കണക്കുകൂട്ടലുകളും നടത്തും. മനുഷ്യരെ നാശത്തിലേക്ക് എത്തിക്കുന്ന പലതരം കളികളുണ്ട്. വാതു വെച്ചിട്ടുള്ള ചൂതുകളി, ചതുരംഗം കളി, അങ്ങനെയുള്ള കളികളൊക്കെ മനുഷ്യൻ്റെ നാശത്തിലേക്ക് മാത്രമേ എത്തിച്ചിട്ടുള്ളൂ. ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കലും ഇത്തരത്തിലുള്ള കളികളൊന്നും കളിക്കാൻ പാടില്ല. അത് ഭഗവാന് നിർബന്ധമായിരുന്നു. അത്തരത്തിലുള്ള ഒരു നാശനഷ്ടമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കും പാണ്ഡവർക്കും തമ്മിൽ നേരിടേണ്ടി വന്നത്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ആ ഒരു ചൂത് കളിയുടെ അനന്തരഫലമാണ് ആ ഒരു വലിയ യുദ്ധം. ചെമ്പകശ്ശേരി രാജാവിന് ചൂത് കളിയിൽ തോൽപ്പിക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. ആരെങ്കിലും ഒരാളെ കളിക്കാൻ വേണ്ടി കിട്ടിയാൽ ആ വ്യക്തിയെ തോൽപ്പിക്കുന്നത് വരെ കളിക്കും. അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് വരെ രാജാവിന് ഉറക്കമുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം തോൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ മുഴുവനും പഠിച്ച് വീണ്ടും തോൽപ്പിക്കും. മാത്രമല്ല, ജയിച്ചാലും തോറ്റാലും ഒരുപാട് സമ്മാനങ്ങളൊക്കെ നൽകിയിട്ടാണ് അവരെ പറഞ്ഞയച്ചിരുന്നത്. ഈ ഒരു കളിയുടെ പേരിൽ ആ ഖജനാവിലെ സമ്പത്ത് മുഴുവനും അദ്ദേഹം വിനിയോഗിക്കുകയാണ്. തൻ്റെ സന്തോഷത്തിന് വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം ഉപയോഗിച്ച് തീർക്കുകയാണ്. അങ്ങനെ രാജാവുമൊത്ത് കളിക്കാൻ വേണ്ടി ആൾക്കാരുടെ ക്യൂ ആണ്. കാരണം ജയിച്ചാലും തോറ്റാലും സമ്മാനം കിട്ടുകയല്ലേ, ഒരുപാട് ധാന്യങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ വെറുതെ കിട്ടുകയല്ലേ, അപ്പോൾ പിന്നെ തോറ്റാലും സാരമില്ല എന്ന് കരുതി ഒരുപാട് ആൾക്കാർ രാജാവുമായിട്ട് കളിക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് വരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു രാജാവിന് ഇത്തരത്തിലുള്ള ഒരു കമ്പം ഏറി വന്നാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും? ആ കൊട്ടാരത്തിലെ ഖജനാവിൻ്റെ അവസ്ഥ എന്താകും? രാജാവിന് ഒരുപാട് സമ്പൽ സമൃദ്ധിയുണ്ട്, കുട്ടനാടൊക്കെ അധീനതയിലാണ്, താൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ഒരു ചെറിയൊരു അഹംഭാവമൊക്കെ രാജാവിനുണ്ട്. ഒരു രാജ്യത്തിൻ്റെ രാജാവ് തൻ്റെ സന്തോഷത്തെക്കാളേറെ ഇഷ്ടപ്പെടേണ്ടതും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും പ്രജകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. തൻ്റെ സമ്പത്ത് മുഴുവനും വിനിയോഗിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ സമ്പത്ത് മുഴുവനും തനിക്ക് നൽകിയിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ആ ഭഗവാനെ മറന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ തന്നെ പാടില്ല. പക്ഷേ ചെമ്പകശ്ശേരിയുടെ ഈ ഒരു കമ്പം മൂലം ആ ഒരു കാര്യങ്ങളൊക്കെ വിസ്മരിക്കുകയാണ്. പക്ഷേ തൻ്റെ ഭക്തനെ അങ്ങനെ അകന്നു പോകാൻ ഭഗവാൻ സമ്മതിക്കുമോ? ഭഗവാൻ ഓർമ്മിപ്പിക്കാൻ വരില്ലേ? അങ്ങനെ ഒരു ദിവസം ഊണൊക്കെ കഴിഞ്ഞ് മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ആരെങ്കിലും പുതിയ ഒരാളെ കളിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശമുള്ള ആളുകളൊക്കെ എൻ്റെ കൂടെ കളിച്ച് അവരുടെയൊക്കെ നീക്കങ്ങൾ പഠിച്ചു. മന്ത്രിമാരും അതുപോലെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റ് പരിചാരകന്മാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാൻ വരും. അതുകൊണ്ട് അവരുടെ ആ ഒരു നീക്കങ്ങളൊക്കെ രാജാവിന് കാണാൻ പാടായിരുന്നു. ഒരു 2-3 നീക്കത്തിലൂടെയൊക്കെ അവരെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് ആ ഭാഗത്തുള്ള ആൾക്കാരുടെയൊക്കെ നീക്കങ്ങൾ അദ്ദേഹത്തിന് മനപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കൂടെ കളിച്ച് അദ്ദേഹത്തിന് മടുക്കാൻ തുടങ്ങി. അദ്ദേഹം വിചാരിക്കും പുതിയൊരു ആരെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ആ മട്ടുപ്പാവിൽ ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. സാമൂതിരിയുടെ അധീനതയിലുള്ള ആ ഗുരുവായൂർ ക്ഷേത്രം, എന്തൊരു പ്രസിദ്ധിയാണതിന്! അതുപോലുള്ള ഒരു പ്രശസ്തി എൻ്റെ അമ്പലപ്പുഴയിലെ കൃഷ്ണനും ഉണ്ടാകുമോ? അങ്ങനെ അദ്ദേഹം ഒരു നിമിഷം തൻ്റെ ഭഗവാനെക്കുറിച്ചൊന്ന് ആലോചിച്ചു പോയി. അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തുനിന്നും ഒരാൾ രാജാവിനെ മുഖം കാണിക്കണമെന്ന് അവിടെയുള്ള പരിചാരകന്മാർ പറയുന്നത്. ആളെ ദൂരെ നിന്ന് കാണുന്നുണ്ട് രാജാവ്. കയ്യിൽ വാളും പരിചയമൊക്കെ ഉണ്ട്, പിറകിലെ അമ്പും വില്ലൊക്കെ ഉണ്ട്. അപ്പം രാജാവ് വിചാരിച്ചു ഏതോ ഒരു യോദ്ധാവാണ്, തൻ്റെ സൈന്യത്തിലേക്ക് എടുക്കാമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നാണ് രാജാവ് കരുതിയത്. അങ്ങനെ അദ്ദേഹം അടുത്തടുത്തേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ മുഖം, ആ ശാന്തമായ കണ്ണുകൾ, അതുപോലെ വളരെ മൃദുലമായ ശരീരം, ഒരു യോദ്ധാവാണെന്ന് കണ്ടാൽ പറയേയില്ല. നല്ല ഉയരമുള്ള ശാന്തമായിട്ടുള്ള ആ ഒരു സ്വരൂപം കണ്ടപ്പോൾ രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അടുത്തടുത്തേക്ക് വരുമ്പോൾ രാജാവ് ചോദിക്കും, കുഞ്ഞേ, എന്താണ് പേര്? നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ആ സുന്ദരനായ ആ യുവാവ് പറയാണ്, പ്രഭോ, എൻ്റെ പേര് കൃഷ്ണനുണ്ണി എന്നാണ്. ഞാൻ അങ്ങ് വടക്കുള്ള ഒരു നാട്ടുരാജ്യത്തിലെ രാജാവിൻ്റെ ഒരു സൈനികനാണ്. ഇവിടെ ഒരാളെ അകമ്പടി സേവിക്കാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സുരക്ഷിതമായി അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തിച്ചതിന് ശേഷം മടങ്ങി പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ രാജാവായ അങ്ങയെക്കുറിച്ച് കേട്ടത്. അങ്ങയുടെ ആ ഒരു ചതുരംഗം കളിയെക്കുറിച്ച് ഇവിടെ വന്നപ്പോഴാണ് അറിയാനിടയായത്. എനിക്കും ചതുരംഗം കളി വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങയുടെ കൂടെ ഒന്ന് കളിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതാണ് ഇവിടേക്ക് വന്നത്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. രാജാവ് ഇവിടെ ഒരാളെ കളിക്കാൻ കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കളിക്കാനാണെന്നും പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വരുന്നത്, അതും അപരിചിതനായ ഒരാൾ. അപരിചിതന്മാരുടെ കൂടെ കളിക്കാൻ രാജാവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ നീക്കങ്ങളൊക്കെ അറിയാമല്ലോ. എന്തായാലും രാജാവിന് നന്നായിട്ട് അറിയാം, ഏത് വലിയ ആൾ വന്നാലും തന്നെ തോൽപ്പിക്കാൻ ആരുണ്ടാവില്ല എന്നുള്ള സത്യം രാജാവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഏത് അപരിചിതൻ വന്നാലും രാജാവിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കൃഷ്ണനുണ്ണിയെ സ്വീകരിച്ച് ഇരുത്തുകയാണ് രാജസദസ്സിൽ. അവിടെയുള്ള എല്ലാ മന്ത്രിമാരും അതുപോലെ ആ കൊട്ടാരം പരിചാരകന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ ചുറ്റിലും ഇരിക്കുന്നുണ്ട്. രാജാവും കൃഷ്ണനുണ്ണിയും വളരെ ശാന്തമായി അവിടെ ഇരിക്കുകയാണ്. കൃഷ്ണനുണ്ണിയാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാന്തമായ കണ്ണുകളും ആ ഒരു വളരെ ശാന്തമായ രീതിയിലാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ ഭാര്യയുണ്ട് താത്രിക്കുട്ടി. താത്രിക്കുട്ടി ഭയങ്കര ബുദ്ധിമതിയാണ്. അവള് രാജാവിൻ്റെ ഈ ഒരു കളി കാണാൻ വേണ്ടി ആ ഒരു തൂണിന് പിറകിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവളിങ്ങനെ നോക്കുമ്പോൾ വളരെ ശാന്തമായിരിക്കുന്ന ആ ഒരു യുവാവിനെയാണ് കണ്ടത്. കണ്ട മാത്രയിൽ തന്നെ താത്രിക്കുട്ടിക്ക് മനസ്സിലായി, ഇദ്ദേഹം സാധാരണ ഒരു മനുഷ്യനല്ല. ഒരു യോദ്ധാവാണെങ്കിൽ
അതിനനുസരിച്ചുള്ള ആ ഒരു കണ്ണുകൾ, ചുവന്ന കണ്ണുകളും അതുപോലെ വളരെ കാഠിന്യമേറിയ ശരീരവും അങ്ങനെയൊക്കെയുള്ള ആളായിരിക്കും. പക്ഷേ ഇദ്ദേഹം വളരെ ശാന്തമായിട്ട്, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലാണെങ്കിൽ ആ ഒരു യോദ്ധാവിൻ്റെ ഒരു തീക്ഷ്ണതയൊന്നും കാണാനില്ല. ആ ശരീരമാണെങ്കിലോ വളരെ മൃദുലമാണ്. ആ കണ്ട മാത്രയിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇതൊരു യോദ്ധാവല്ല. അവിടെ കൂടി നിന്നവരൊക്കെ തമ്മിൽ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. ഇത്ര ചെറിയ ഈ ഒരു യുവാവ് എന്ത് ചെയ്യാനാ ഇവിടെ വന്നിട്ട്? വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള വ്യക്തികളെ പോലും ചെമ്പകശ്ശേരി രാജാവ് തോൽപ്പിച്ചതാണ്, എന്നിട്ടാണോ ഇവൻ എന്നൊക്കെ ഇങ്ങനെ പുച്ഛഭാവത്തിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും നിശബ്ദമായി. കളി തുടങ്ങാറായിരിക്കുന്നു. കൃഷ്ണനുണ്ണി വളരെ ശാന്തമായി ഇരിക്കുകയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, കുഞ്ഞെ, താങ്കൾ തന്നെ ആദ്യത്തെ നീക്കം തുടങ്ങിക്കോളൂ. കുഞ്ഞെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം അത്രയും സ്നേഹമയനാണ് ചെമ്പകശ്ശേരി രാജാവ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഒരു ഭ്രമം അദ്ദേഹത്തിന് ആയിപ്പോയി. ആ ഒരു കുറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ തോറ്റാലും ജയിച്ചാലും സമ്മാനങ്ങൾ നൽകുന്നത്. അങ്ങനെ കളി തുടങ്ങി. കൃഷ്ണനുണ്ണി ആ ഒരു ചതുരംഗത്തിൻ്റെ ബോർഡൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് സാവധാനം ഒരു നീക്കം അങ്ങ് വെച്ചു. അങ്ങനെ രാജാവ് അടുത്ത നീക്കം വെച്ച് കൊടുത്തു. അങ്ങനെ കളി അങ്ങനെ നീണ്ടു പോവുകയാണ്. സാധാരണ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ നീക്കത്തിലൂടെ തന്നെ രാജാവിന് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കളി കുറേ ആയിട്ടും ആര് ജയിച്ചു ആര് തോറ്റു എന്ന് അറിയാണ്ട് കളി ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അവസാനം കൃഷ്ണനുണ്ണിയുടെ ഒരു നീക്കത്തിലൂടെ രാജാവിനെ ട്രാപ്പിലാക്കുകയും ചെയ്തു. രാജാവ് ആകെ വിയർത്ത് കുളിച്ചു. നാണം കൊണ്ട് തല താഴ്ത്തി. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാണ്ട് അദ്ദേഹം പറയാണ് കൃഷ്ണനുണ്ണിയോട്, ഒരു കളി കൂടി കളിച്ചാലോ? അപ്പോൾ കൃഷ്ണനുണ്ണി വളരെ സൗമ്യനായി പറയാണ്, ആയിക്കോട്ടെ, അങ്ങയുടെ ഇഷ്ടം പോലെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ രണ്ടാമതും കളി തുടങ്ങുകയാണ്. രണ്ടാമതും കൃഷ്ണനുണ്ണി ചെമ്പകശ്ശേരിയെ തോൽപ്പിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഒരു കളി കൂടി കളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കൃഷ്ണനുണ്ണി അതും സമ്മതിച്ചു. അങ്ങനെ 3 കളിയിലും രാജാവിനെ തോൽപ്പിക്കുകയാണ് കൃഷ്ണനുണ്ണി. 3 പ്രാവശ്യം കളി ജയിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു സന്തോഷമൊന്നും കൃഷ്ണനുണ്ണിയുടെ ആ മുഖത്തുണ്ടായിരുന്നില്ല. കൃഷ്ണനുണ്ണി വളരെ ശാന്തമായിട്ട് എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, വളരെ നന്ദിയുണ്ട്, ഇത്രയും ദൂരെ നിന്നും വന്ന് അങ്ങയെ കാണാനും അങ്ങയോടൊപ്പം ഇത്ര നേരം കളിക്കാനും സാധിച്ചത് തന്നെ വലിയ കാര്യം. ഇനി ഞാൻ പോയിക്കോട്ടെ എന്നു പറഞ്ഞിട്ട് കുനിഞ്ഞ് തൻ്റെ വാളും പരിചയും അമ്പും വില്ലും ഒക്കെ എടുത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ രാജാവ് പറയാണ്, മോനെ, ഇന്ന് നീ പോവണ്ട, ഇന്ന് ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ പോയാൽ പോരെ. മാത്രവുമല്ല, ഈ 3 കളിയിലും എന്നെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു സമ്മാനവും തരാതെ പറഞ്ഞയക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നല്ല ഒരു സമ്മാനം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. ഇത് കേട്ടപ്പോൾ കൃഷ്ണനുണ്ണി പറഞ്ഞു, അയ്യോ, എനിക്ക് സമ്മാനം ഒന്നും വേണ്ട. അങ്ങയുടെ കൂടെ ഇത്രയും സമയം ഇരുന്ന് കളിക്കാൻ വേണ്ടി ഒരു അവസരം തന്നെ കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യമാണ്. പക്ഷേ രാജാവ് വിട്ടുകൊടുത്തില്ല. രാജാവ് ഒരുപാട് നിർബന്ധിച്ചു. ആ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണനുണ്ണി പറഞ്ഞു, എങ്കിൽ എനിക്ക് കുറച്ച് ധാന്യം തരൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ധാന്യമോ? ധാന്യം എത്ര വേണമെങ്കിലും എടുത്തോ. എത്ര വേണ്ടത്? 1 പറ വേണോ, അല്ല 2 പറ വേണോ, അല്ലെ ഒരു കുതിര വണ്ടി നിറയെ വേണോ? എത്ര വേണ്ട എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ കൃഷ്ണനുണ്ണി പറഞ്ഞു, എനിക്ക് ഈ ചതുരംഗം കള്ളിയിൽ കൊള്ളുന്നത്ര ധാന്യം തന്നാൽ മതി. അതായത് ഒരു വ്യവസ്ഥയുണ്ട്, ആദ്യത്തെ കളത്തിൽ കൊള്ളുന്നതിൻ്റെ ഇരട്ടിയായിരിക്കണം രണ്ടാമത്തെ കളത്തിൽ, രണ്ടാമത്തെ കളത്തിൽ കൊള്ളുന്നതിൻ്റെ ഇരട്ടിയായിരിക്കണം മൂന്നാമത്തെ കളത്തിൽ. ഇത് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ചെമ്പകശ്ശേരിക്ക് ആകെ ഒരു എന്താ പറയുക, അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ ഞാനൊരു കാളവണ്ടി നിറയെ തരാം, പിന്നെ എന്തിനാണ് ഇത്ര തുച്ഛമായ രീതിയിൽ ചോദിക്കുന്നത്? അപ്പോൾ ഭഗവാൻ പറയാണ്, അങ്ങ് നല്ലോണം ആലോചിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ. കൃഷ്ണനുണ്ണിയുടെ ആ സംസാരം കേട്ടപ്പോൾ രാജാവ് ഒന്ന് അന്താളിച്ചു. എന്നിട്ട് മന്ത്രിമാരോട് അതിൻ്റെ കണക്കുകളൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 40ാമത്തെ കള്ളി ആകുമ്പോഴത്തേക്കും ആ ഖജനാവിലെ ആ ഒരു ധാന്യം മുഴുവനും അതിൻ്റെ കണക്കിൽപ്പെട്ടു. 60ാമത്തെ കള്ളി ആകുമ്പോഴേക്കും ആ രാജ്യത്തെ മുഴുവൻ ധാന്യവും അതിൽപ്പെട്ടു. അവസാനം അപ്പോൾ 64ാമത്തെ ആ ഒരു കള്ളിയിലെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ കൊട്ടാരത്തിലെ എല്ലാവരും ധാന്യങ്ങൾ ശേഖരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ചെമ്പകശ്ശേരിയും താത്രിക്കുട്ടിയും കൃഷ്ണനുണ്ണിയും മാത്രമേ ഉള്ളൂ അവിടെ. ചെമ്പകശ്ശേരി ആണെങ്കിലോ ആകെ തളർന്ന് പരവശനായി ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ കൊടുക്കും? വാക്കു കൊടുത്തു പോയല്ലോ, എങ്ങനെയാണ് ബാക്കി കടം വീട്ടുക എന്നൊക്കെ ആലോചിച്ച് ആകെ പരവശനായിരിക്കുകയാണ് ചെമ്പകശ്ശേരി.
രാജാവ് ആകെ പരവശനായി വീഴാറായപ്പോൾ കൃഷ്ണനുണ്ണി ഓടിച്ചെന്ന് പിടിക്കുകയാണ്. താത്രിക്കുട്ടിയും ഓടിച്ചെന്ന് പിടിക്കുകയാണ്. അപ്പോൾ താത്രിക്കുട്ടി കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കും. എന്നിട്ട് രാജാവിനോട് പറയും, നോക്കൂ, കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കൂ, ഇദ്ദേഹം സാധാരണ ഒരു യോദ്ധാവല്ല, എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ചെമ്പകശ്ശേരി കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കുകയാണ്. അതെ, ഇദ്ദേഹം സാധാരണ ഒരാളല്ല. അപ്പോൾ കൃഷ്ണനുണ്ണി അദ്ദേഹത്തെ കസേരയിൽ ഇരുത്തിക്കൊണ്ട് പുറകോട്ടേക്ക് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ചെമ്പകശ്ശേരിയെ ഒന്ന് നോക്കി ചിരിക്കും. അപ്പോൾ ചെമ്പകശ്ശേരി അദ്ദേഹത്തിലതാ കാണുന്നു തൻ്റെ ആ പണ്ട് കണ്ട അതേ സച്ചിദാനന്ദ സ്വരൂപനായ ആ വിഗ്രഹത്തെ ഇന്ന് തൻ്റെ മുൻപിൽ ഇതാ കാണുന്നു. എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, എൻ്റെ കണ്ണു തുറപ്പിച്ചല്ലോ, എന്നോട് പൊറുക്കണേ എൻ്റെ ഭഗവാനെ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെമ്പകശ്ശേരി. ഭഗവാൻ ചെമ്പകശ്ശേരിയെ പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് പറയും, അങ്ങയുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു പരീക്ഷണമായിരുന്നു ഇത്. എന്തിനാണെന്ന് വെച്ചാൽ, ഈ കാണുന്നത് മുഴുവനും എൻ്റെതാണ്. ഞാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അങ്ങ്. ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് വേണ്ടി പ്രജകളെ സംരക്ഷിക്കാൻ വേണ്ടിയും ഞാൻ നിയോഗിച്ച ഒരു വ്യക്തി മാത്രമാണ് അങ്ങ്. ഇതിൻ്റെ മേലുള്ള ഒരു അധികാരവും അങ്ങയിൽ ഇല്ല. അതുകൊണ്ട് ഇക്കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. പിന്നെ ചതുരംഗം കളിയിലുള്ള അങ്ങയുടെ ഈ ഭ്രമം അതും തീർത്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. എൻ്റെ ഭക്തൻ എന്നിൽ നിന്നും അകന്നു പോകുന്നത് എനിക്ക് സഹിക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് എന്നിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. ഇപ്പോൾ അങ്ങ് എനിക്ക് കടക്കാരനായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കടം അങ്ങ് വീട്ടുക? അതിനുള്ള വഴിയും ഞാൻ തന്നെ പറഞ്ഞു തരാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് ഈ ധാന്യം ഉപയോഗിച്ചുകൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കി വിതരണം ചെയ്യുക. ഇത്രയും പറഞ്ഞതോടുകൂടി ഭഗവാൻ അപ്രത്യക്ഷനായി. ഗുരുവായൂർ അമ്പലത്തിലെ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സാന്നിധ്യം അമ്പലപ്പുഴയിലും ഉണ്ടാകണമെന്ന് ചെമ്പകശ്ശേരി രാജാവ് ആഗ്രഹിച്ചതാണല്ലോ. അതുകൊണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ പാൽപ്പായസം വിതരണം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ഏകദേശം 6 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ആ ഒരു പായസം തയ്യാറാക്കുന്നത്. അതിൻ്റെ ഓരോ ചേരുവകൾ ചേർക്കുമ്പോഴും അതിന് ഓരോതായിട്ടുള്ള കണക്കുകളുണ്ട്. അതിൻ്റെ പാലും പഞ്ചസാരയും അതുപോലെ ധാന്യവും എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ കണക്കുണ്ട്. ആ ഒരു കണക്ക് പ്രകാരം ഏകദേശം 6 മണിക്കൂറോളം എടുത്തിട്ടാണ് ആ ഒരു പായസം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ രുചികരമായിട്ടുള്ള ആ ഒരു പാൽപ്പായസം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു പാൽപ്പായസത്തിൻ്റെ ഒരു പ്രസിദ്ധിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. അന്ന് ആ രാജാവ് തുടങ്ങിവെച്ച ആ പായസ വിതരണം ഇന്നും അവിടെ നടക്കുന്നുണ്ട്. മാത്രവുമല്ല 1789 ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ അതിനു മുൻപും ഡച്ചുകാരെ ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിനെ. 1789 ടിപ്പു സുൽത്താൻ ഗുരുവായൂർ അമ്പലത്തിനെ തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ആ ഒരു പ്രതിഷ്ഠ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് രഹസ്യമായി മാറ്റിയത്. ഏകദേശം ഒരു 12 വർഷത്തോളം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വിഗ്രഹം അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നു. 10 ദിവസമാണല്ലോ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാവാറുള്ളത്. അതിൽ 9ാമത്തെ ദിവസം മേളക്കാർക്കാണ് സദ്യ കൊടുത്തിരുന്നത്. മേളക്കാരാണല്ലോ ആ ഒരു ഉത്സവം ഗംഭീരമാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ 9ാമത്തെ ദിവസമാണ്. അപ്പോൾ വില്ലുമംഗല സ്വാമി അവിടെ ആ ഒരു ക്ഷേത്രം സന്ദർശിച്ച് ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം അവിടെ കാണുന്നില്ല. ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും അറിയുന്ന ആളാണ് വില്ലുമംഗല സ്വാമിയാർ. വില്ലുമംഗല സ്വാമിയാരെ അവിടെയൊക്കെ നോക്കി, ഭഗവാനെ എവിടെയും കാണുന്നില്ല. അവസാനം ഊട്ടുപുരയിലേക്ക് വന്ന് നോക്കിയപ്പോൾ മേളക്കാർക്ക് സദ്യ വിളമ്പുകയാണ് നമ്മുടെ ഈ കുഞ്ഞു ഉണ്ണി. ഒരു തോർത്തൊക്കെ എടുത്ത് സദ്യ വിളമ്പുകയാണ് മേളക്കാർക്ക്. അപ്പോൾ വില്ലുമംഗല സ്വാമിയാർ ചോദിച്ചു, എന്താ ഭഗവാനെ ഇത് വിളമ്പാൻ ഇവിടെ മറ്റു ആൾക്കാരില്ലേ, പിന്നെ എന്തിനാണ് ഭഗവാൻ ഈ ജോലി ഏറ്റെടുത്തത്? അപ്പോൾ ഭഗവാൻ പറയും, എൻ്റെ ഉത്സവം ഗംഭീരമാക്കുന്നത് ഈ മേളക്കാരാണ്. എൻ്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുമ്പോഴാണ് ഞാനും സന്തോഷവാനാകുന്നത്. അവിടെ മേളക്കാർക്ക് ഇതുപോലെ സദ്യ കൊടുക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ ഉത്സവങ്ങളിലും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം അവർക്കൊപ്പം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്.
അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു കഥയും അവിടെ വിതരണം ചെയ്തിരിക്കുന്ന അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കഥയുമൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മിക്ക ആളുകൾക്കും ചിലപ്പോൾ ഈ കഥകളൊക്കെ അറിയുന്നുണ്ടാകും. എന്നാലും പണ്ട് കേട്ട് മറന്നിട്ടുള്ള ചിലരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാവട്ടെ. ഈ വീഡിയോ ക്ഷമയോടുകൂടി ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.